When you walk out of a temple, you don't just leave the place, you carry its energy, peace, and clarity within you. Take that forward, let it guide your life. History spoke today, faith answered, and the story continues within you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീനാഥ് വടക്കഞ്ചേരി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കാളത്തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കാവുമുത്തി ക്ഷേത്രത്തിലാണ്. നമ്മുടെ നാട്ടിലെ ഈ പുരാതന അമ്പലത്തെക്കുറിച്ച് ചോദിച്ചറിയുവാൻ ഇവിടുത്തെ ആദയിൽ കാളിദാസ് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഈ അമ്പലത്തിന്റെ പ്രത്യേകതകളും നിഗൂഢതകളും പൂജകളുടെ പ്രത്യേകതകളും എന്താണെന്ന്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ അമ്പലത്തിന് ഏകദേശം ഒരു 5000 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ നിഗൂഢതകളിലേക്ക് കടന്നു ചെല്ലാം. സ്വാമി നമസ്കാരം. ഞാൻ ഈ അമ്പലത്തെ കുറിച്ച് ഒരുപാട് കേട്ടറിഞ്ഞിട്ട് വന്നാണ്. അപ്പോ ഇത് കേട്ട അറിവുള്ള കുറെ പ്രേക്ഷകർക്കും ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാനും ഇവിടുത്തെ നിഗൂഢതകളൊക്കെ അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. കുറച്ച് അറിവുകളൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ശരി, കുറെ ചോദ്യങ്ങളുണ്ട് എൻ്റെ അടുത്ത്. അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി, ഈ അമ്പലം പൂജകളിലും പിന്നെ ഈ അമ്പലത്തിന് എന്തൊക്കെയോ നിഗൂഢതകളൊക്കെ ഉണ്ട്, ഇവിടുത്തെ ചരിത്രം എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. സ്വാമി ഒന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ? അത് ഇവിടുത്തെ പൂജ തന്നെ ഒരു പ്രത്യേകത എന്നാണ് പറയുക. ഇവിടുത്തെ പൂജ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പൂർവികമായിട്ടുള്ള ഒരു ആചാരമായ പൂജയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പലതും ഈ പൂജ കണ്ടാൽ തന്നെ അറിയുള്ളൂ, അല്ലാതെ ഇതിങ്ങനെ എടുത്ത് പറയാനൊന്നും കഴിയില്ല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. പക്ഷെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടുത്തെ മെയിൻ ഭസ്മമാണ് ഇവിടുത്തെ പൂർവികമായിട്ടുള്ള പ്രസാദം. ഭസ്മവും പൂവാണ്. ഈ പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ അമ്പലത്തിൽ പോലെ അന്നന്ന് പൂജ കഴിക്കുന്ന പൂവല്ല. ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പൂജ കഴിച്ചിട്ട് താഴെ ഇറക്കിയിട്ട് പടിയിൽ വെക്കുന്ന പൂവാണ് മറ്റു ദിവസങ്ങളിലെല്ലാം പ്രസാദം. അപ്പോൾ ഈ ഭസ്മം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിലെ ചാരം തന്നെയാണ് എല്ലാം ഫുള്ളായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ വെളിയിൽ നിന്നൊക്കെ നമ്മൾ ഭസ്മം വാങ്ങിക്കേണ്ട കാലഘട്ടമാണല്ലോ. അതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴും അടുപ്പിൽ നിന്ന് ഒരു പിടി ചാരം ഇതിലേക്ക് ചേർത്തും. എന്നിട്ട് ആ ഭസ്മവും പൂവാണ് ഭഗവതിയെ സേവിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കൊടുക്കുന്നത്. ഇതാണ് ആദ്യത്തെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത. പിന്നെ പൂജയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എല്ലാ അമ്പലത്തിലും പൂജയ്ക്ക് നമ്മളിപ്പോൾ ഒരു നട തുറക്കുകയാണ് എന്ന് പറയുമ്പോൾ ആദ്യം കത്തിക്കുന്ന എന്താ? വിളക്കാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭഗവതിക്ക് സൂര്യപ്രകാശത്താണ് പൂജ നടക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു പൊന്തിയിട്ട് സുമാർ ഒരു 6 മണിക്ക് ശേഷമെങ്കിലും മാത്രമേ ഈ ഇടുക്കാവിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. അതിവിടുത്തെ പൂർവികമായിട്ടുള്ളൊരു ആചാരം. ഈ ആചാരത്തിൽ പിന്നെ മുൻ ആവിയനായിട്ടുള്ള ഗോപാലകൃഷ്ണ ആവിയൻ കെട്ടുനിറയ്ക്കാം. അതുപോലെ ശബരിമലയ്ക്കൊക്കെ അദ്ദേഹം ഈ ശാസ്താവിൻ്റെയൊക്കെ സേവയുള്ള ആളായിരുന്നു. അദ്ദേഹം പൂജകനായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരത്തെയൊക്കെ പൂജ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നീട് ഭഗവതിയോട് മാപ്പ് പറഞ്ഞിട്ടുള്ള ചില പൂജാവിധികളും അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ പൂജ നമ്മൾ അപ്പോൾ ഈ ഭഗവതിക്ക് സൂര്യപ്രകാശത്താണ് പൂജ. ഭഗവതിക്ക് വിളക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഈ ചുറ്റും കാണുന്ന കടാവിളക്കെല്ലാം ഇതെല്ലാം മുൻ ആവിയനായിട്ടുള്ള ഗോപാലകൃഷ്ണ ആവിയൻ ആയിട്ട് കൊണ്ടുവന്ന വിളക്കാണ്. ഈ കത്തുന്ന വിളക്കെല്ലാം, ഈ ചുറ്റും കാണുന്ന വിളക്കെല്ലാം, കടാവിളക്കെല്ലാം ഇപ്പോഴും ഭഗവതിക്ക് വിളക്കില്ല. ഈ വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭഗവതിക്ക് വിളക്ക് ആദ്യം നമ്മൾ മറ്റുള്ള അമ്പലത്തേക്ക് എന്താണ് പ്രധാനം? അവിടുത്തെ വിളക്കാണ്. ആദ്യം നമ്മൾ തുറന്ന വിളക്ക് കത്തിക്കുക, അടിച്ച് അങ്ങനെയാണ് അതിനുശേഷമുള്ള ക്രിയാദികളൊക്കെ ചെയ്യുക, കർമ്മങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ ഇവിടെ ആദ്യം നമ്മൾ ഭഗവതി സന്നിധിയിലേക്ക് തൊഴുത് പ്രാർത്ഥിച്ച് പടി തൊട്ട് നിറയെ വെച്ച് പോകുമ്പോൾ കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആദ്യം കൊണ്ടുപോകുന്നത് ഒരു തളികയും ഒരു ചൂലുമാണ്.
ഒരു ഓലച്ചൂലും മാത്രമേ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഭഗവതിയോട് പ്രാർത്ഥിച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കണം എന്നുള്ള പ്രാർത്ഥിച്ചിട്ട് അവിടെ ആദ്യം അടിച്ച് ശുദ്ധീകരിച്ച് അടിച്ച് വാര് എല്ലാം വൃത്തിയാക്കി എല്ലാം തിരിച്ച് നമ്മൾ കൊണ്ടുവരികയാണ്. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ കിണർ പറഞ്ഞാൽ ആദ്യം കിണർ പറഞ്ഞാൽ കുളത്തിൻ്റെ അടുത്തുള്ള കിണറാണ്. അപ്പോൾ ആ കിണറിൻ്റെ ആ കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന കിണറായിരുന്നു. ആ കിണറിലൊരു സ്ത്രീ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല, ആ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞു.